ദൈവകൃപയാൽ യേശുവിനോടൊപ്പമായിരിക്കുന്ന യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും ഈശോയുടെ നാമത്തിൽ പുതിയൊരു ദിവസത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇന്നത്തെ ദിവസം ഈ വചനത്തിലൂടെ നിങ്ങളുടെ ജീവിതം അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിരാവിലെ തന്നെ നമ്മുടെ ഒരു ദിവസം തുടങ്ങുന്നത് ദൈവത്തോട് ആ ദിവസത്തെ പ്രതി ദൈവം ആഗ്രഹിക്കുന്ന പദ്ധതികൾ എന്താണെന്ന് ആരാഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ വചനം ശ്രവിച്ച് ആ വചനം പറയുന്ന രീതിയിൽ അനുസരിക്കുവാനുള്ള ക്ഷമയോടെ ദൈവസന്നിധിയിലായിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം 2 ദിനവൃത്താന്തം 16-ാം അധ്യായം 9-ാം തിരുവചനം. തൻ്റെ മുൻപിൽ നിഷ്കളങ്കരായി വർത്തിക്കുന്നവർക്ക് വേണ്ടി ശക്തി പ്രകടിപ്പിക്കുവാൻ കർത്താവിൻ്റെ ദൃഷ്ടികൾ ഭൂമിയിൽ ഉടനീളം പായുന്നു. അത്യുന്നതൻ്റെ സംരക്ഷണത്തിലും സർവശക്തൻ്റെ തണലിലുമാണ് ഞാൻ കഴിയുന്നതെന്ന് വിശ്വസിക്കുന്ന ഏതൊരുവനും അവൻ എനിക്ക് വേണ്ടതെല്ലാം സമൃദ്ധമായിട്ട് ഇന്ന് തരുമെന്ന് കരുതുന്ന ഏതൊരാളും ദൈവസന്നിധിയിൽ വളരെ നിഷ്കളങ്കരായി വ്യാപരിക്കുമെന്ന് ദൈവത്തിനറിയാം. അങ്ങനെ വ്യാപരിക്കുന്നവർക്ക് കർത്താവിൻ്റെ ശക്തി അവരിൽ പ്രകടമാകുവാൻ ദൈവാനുഗ്രഹം ആ വ്യക്തികൾക്ക് ലഭിക്കുന്നത് ആർക്കാണ് ആ അനുഗ്രഹം കൊടുക്കേണ്ടതെന്ന് കർത്താവിൻ്റെ കണ്ണുകൾ ഭൂമിയിലുടനീളം നോക്കിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ കണ്ണ് നമ്മളിൽ പതിക്കുവാൻ നമുക്കും നിഷ്കളങ്കരായി ദൈവസന്നിധിയിലായിരിക്കാം. ദൈവം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നീ ശാന്തനായിരുന്നാൽ മതി, നിനക്ക് വേണ്ടി ഞാൻ യുദ്ധം ചെയ്തു കൊള്ളാമെന്ന്. അങ്ങനെ പറഞ്ഞിരിക്കുന്ന സ്നേഹനിധിയായ ദൈവത്തിൻ്റെ മുന്നിൽ നമ്മുടെ ആവശ്യങ്ങൾ എന്താണെന്ന് നിരന്തരം നോക്കിക്കൊണ്ടിരിക്കുന്ന, തൻ്റെ കണ്ണുകൾ കൊണ്ട് നമ്മളെ ഓരോരുത്തരെയും വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സ്വർഗീയ പിതാവിൻ്റെ മുന്നിൽ നമ്മൾ നിഷ്കളങ്കരായി നിന്നുകൊടുത്താൽ മാത്രം മതി. ആ ദൈവത്തിന് നമ്മുടെ ആവശ്യങ്ങൾ എന്താണെന്നറിയാം. ആ ആവശ്യങ്ങൾ ആവലാതിയോടുകൂടി ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നതിന് പകരം നീ ദൈവസന്നിധിയിൽ എളിമയോടെ നിൽക്കുമ്പോൾ തന്നെ ദൈവത്തിനറിയാം നിന്റെ ആവശ്യം സാധിച്ചു തരാൻ. നമ്മളെ ദൈവം എവിടെയാണോ നിർത്തിയിരിക്കുന്നത് അവിടെ ശാന്തമായിരിക്കുക. അവനാണ് നിങ്ങളെ നടത്തുന്നത്. അവനാണ് നിങ്ങൾക്ക് വേണ്ടതെല്ലാം തരുന്നത്. നമ്മുടെ കഴിവോ ബുദ്ധിയോ ഒന്നുമല്ല. എല്ലാം നമ്മൾക്ക് വേണ്ടി ഒരുക്കിത്തരുന്ന, നമുക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുവാൻ തയ്യാറായി നിൽക്കുന്ന
ഒരു സർവശക്തനായ ദൈവം നമുക്കുണ്ട്. ഇന്നു മുതൽ നമുക്ക് നിഷ്കളങ്കരായി ദൈവസന്നിധിയിലായിരിക്കാം. ഇന്നു മുതൽ നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ മക്കളുടെയും തലമുറകളെയും സമർത്ഥമായിട്ട് ദൈവം അനുഗ്രഹിക്കുവാനും ദൈവത്തിൻ്റെ ശക്തി നിങ്ങളുടെ കുടുംബത്തിൽ ഇറങ്ങി വന്ന് നിങ്ങൾക്ക് വേണ്ടതെല്ലാം ചെയ്തു തരുന്നതിന് ദൈവത്തിന് നന്ദി പറയാം. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമൃദ്ധമായിട്ട് നിങ്ങളുടെ മേലുണ്ടാകട്ടെ. ഈ ലോകത്തിലെ 800 കോടിയിലധികം വരുന്ന മക്കളെ മുഴുവനും ഈ നിമിഷം ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. അവരുടെ മനസ്സിലുള്ള എല്ലാ ആഗ്രഹങ്ങളും ദൈവം സാധിച്ചു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ആ സർവശക്തനായ ദൈവത്തിൻ്റെ സമാധാനം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. നല്ലൊരു ദിവസം ഇന്ന് നിങ്ങൾക്കുണ്ടാകട്ടെ. ദൈവാനുഗ്രഹം നിറഞ്ഞ ഒരു ദിവസം നിങ്ങൾക്കും മക്കൾക്കും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.